Hi friends, welcome back to my YouTube channel. ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് അടിമാലി ചാറ്റുപാറയിലുള്ള ഫാം യാർഡിലാണ് വന്നിട്ടുള്ളത്. മൂവാറ്റുപുഴയിൽ നിന്ന് രാജകുമാരിക്ക് പോണ വഴിക്കാണ് നമ്മളിവിടെ കയറുന്നത്. ഇവിടെ കയറാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഈ ഒരു ലുക്ക് കണ്ടിട്ടാട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി കുഞ്ഞുനാളിലൊക്കെ പോകുമ്പോൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് കയറണം എന്ന്. പോകുന്ന വഴിക്ക് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഇവിടെ കയറാന്നുള്ളത്. ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ നിറയെ മീനുകളുള്ളൊരു ഫിഷ് ടാങ്ക് ഉണ്ട്. മീനിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ. ഇവരിതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണോ അത് ഒറിജിനലാണോ എന്നറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് വരുന്ന വെള്ളമെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു പോണ്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ചെറിയ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും കേട്ടോ. കാരണം ഇടുക്കി സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ എല്ലാ പാറകളുടെ ഇടയ്ക്കും ഇതുപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടർഫോൾസൊക്കെ ആയിട്ട് ഉണ്ടാവുന്നത് നമുക്ക് കാണാം കേട്ടോ. വിശന്ന് പൊരിഞ്ഞാണ് നമ്മളിവിടെ വന്നെങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്നിട്ടാട്ടോ കയറിയത്. മാത്രമല്ല നമ്മൾ വണ്ടിയിലിരുന്ന് ആകെ ക്ഷീണിച്ചു. അപ്പോൾ കുറച്ച് നേരം ഇതിലിങ്ങനെ നടന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചേക്കുവാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു അട്രാക്ഷൻ ആട്ടോ ഇത്. വേരിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇതിൻ്റെ ബോർഡ് വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം ഇതിലേക്ക് നടന്നിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് കയറി. അത്യാവശ്യം നല്ല സീറ്റിംഗ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതിൻ്റെ പുറത്തെ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ വെയിലൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞേക്കുന്നത് കേരള താലി മീൽസ് ആണ്. അതിൻ്റെ ഒപ്പം നത്തോലി ഫ്രൈയും ബീഫ് ഫ്രൈയും പിന്നെ ചിക്കൻ 65 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മീൽസിനുള്ള കറികളൊക്കെ ആദ്യം തന്നെ കൊണ്ടുവച്ചവർ. ഇവർ ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ചോറൊക്കെ വന്നത് നമ്മൾ നേരെ കുത്തി വെച്ചേക്കാണ്. സാമ്പാർ, പായസം, മീൻകറി, അച്ചാറ്, കാളൻ, തോരൻ, രസമാണെന്ന് തോന്നണം, അവിയൽ, തൈര്, എന്തോ ഒരു കറി, കൂട്ടുകറിയാണെന്ന് തോന്നണം. ഗൈസ് ഞങ്ങളിവിടെ ഫാമിലി ആയിട്ട് ഭക്ഷണം കഴിക്കാണ്. എല്ലാവരും ഉണ്ട്. മമ്മി, അമ്മ, അച്ഛൻ, ജോക്കു. അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. പായസവും കൂട്ടി നമ്മൾ ഭക്ഷണം കഴിച്ച് നിർത്തി. പുറത്തത് ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ ഈ മഞ്ഞളിൻ്റെയും ജാതിക്കയുടെയും ഒക്കെ ഇങ്ങനെ രൂപം ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ എടുക്കണമെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ അപാകതകളുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്